ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റഡീസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഒരു ബിസിനസിന്റെ സംഘടനകൾ, വിവിധ രൂപങ്ങൾ, ബിസിനസ് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ വിവിധ രൂപങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. നിങ്ങളെ പുസ്തകത്തിലുണ്ട് അല്ലേ, ബിസിനസ് സംഘടനകളുടെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണാം. നിങ്ങൾക്ക് എങ്ങനെയാ വരുന്നത്? 5 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഏകാംഗ വ്യാപാരം, അതായത് ഒരാൾ തുടങ്ങുന്ന ബിസിനസ്. രണ്ടാമത്തെ പറയുന്നത് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്, അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നൊക്കെ പറയും. അതായത് പണ്ടത്തെ കൂട്ടുകുടുംബത്തിലുള്ള ബിസിനസ്, അതാണ് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് എന്താ? പങ്കാളിത്ത ബിസിനസ്, അതായത് പാർട്ട്ണർഷിപ്പ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, പാർട്ട്ണർഷിപ്പ് ആയിട്ട് 2 ആൾ വെച്ചിട്ടോ അല്ലെങ്കിൽ 2 കൂടുതൽ ആളുകൾ വെച്ചിട്ടോ തുടങ്ങുന്ന ബിസിനസ് ആണ് പങ്കാളിത്ത ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ സഹകരണ സംഘങ്ങൾ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ അല്ലെ, കോപ്പറേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, പിന്നെ കോപ്പറേറ്റീവ് പിന്നെ എന്താണ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സൊസൈറ്റീസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളാണ് നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. പിന്നുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, അതായത് കമ്പനികൾ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഷെയർ ഒക്കെ ഇട്ടിട്ടുള്ള കമ്പനികളാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഈ 5 ഘടകങ്ങളാണ് എന്തിനുള്ളത്? ബിസിനസിന്റെ സംഘടന അല്ലെ, ബിസിനസിന്റെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നതാണ് എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഏകാംഗ വ്യാപാരം. അവിടെ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? അവിടെ ഒരാളാണ് ബിസിനസ് ഓൺ ചെയ്യുന്നത്, അയാൾ തന്നെയാണ് മുഴുവൻ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, അയാളാണ് എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്നത്, അവിടെ എല്ലാം മാനേജ് ചെയ്യുന്നതും എല്ലാ അഡ്വാൻറ്റേജും, അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതൊക്കെ എടുക്കുന്നത് ആരാണ്? ഈ വ്യക്തി തന്നെ ആയിരിക്കും. അപ്പൊ അതാണ് എന്ത്? ഇൻഡിവിജ്വൽ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ബിസിനസ്സിനെ, ഏകാംഗ വ്യാപാരത്തിനെയാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ ഒരാളായിരിക്കും, അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരാളായിരിക്കും, എല്ലാ റിസ്ക് ഏറ്റെടുക്കുന്നതും അയാൾ തന്നെയായിരിക്കും, അയാളാണ് ഇതിന്റെ എല്ലാ അഡ്വാൻറ്റേജും എടുക്കുന്നത്, ഈ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും അയാളായിരിക്കും അല്ലെ, അയാൾ ഒറ്റയ്ക്കായിരിക്കും. ഇനി അവിടെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതൊക്കെ ഇയാൾ ഏറ്റെടുക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഏകാംഗ വ്യാപാരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പറയുന്നത്. അതായത് ഏകാംഗ വ്യാപാരത്തിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ എങ്ങനെയാണ്? അവിടെ അതിന്റെ ഫോർമേഷൻ, അത് ഉണ്ടാക്കാൻ, രൂപീകരിക്കാനും അത് അടച്ചുപൂട്ടാനും എളുപ്പമാണ്. കാരണം എന്താണ്? ഇവിടെ അത്ര ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും വേണ്ട അല്ലെ, സെപ്പറേറ്റ് ലോ ഒന്നുമില്ല. ഒരു നിയമം പ്രകാരം, നിയമം ഇങ്ങനെ അനുശാസിക്കുന്ന പ്രകാരം ഒന്നും ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാൾ തന്നെ തുടങ്ങുന്നു, അയാൾ തന്നെ എല്ലാ റിസ്ക് ഏറ്റെടുക്കുന്നു അല്ലെ, അയാൾ തന്നെ എല്ലാ പ്രോഫിറ്റും എടുക്കുന്നു, അയാൾ തന്നെ നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ തന്നെ സഹിക്കുന്നു. അപ്പൊ ഇതിന്റെ ഫോർമേഷനും ഇതിന്റെ അടച്ചുപൂട്ടലും എന്താണ്? ഇത് രൂപീകരിക്കാനും ഇത് അടച്ചുപൂട്ടാനും വളരെ എളുപ്പമാണ് അല്ലെ. ഇതിന്റെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് ഇയാളെ ലയബിലിറ്റി, ബാധ്യത എന്ന് പറയുന്നത് ഇയാൾക്ക് ലിമിറ്റഡ് അല്ല. അതായത് ഇത്രയേ ഉള്ളൂ അയാളെ ലയബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും. കാരണം എല്ലാം അയാളാണ് ഏറ്റെടുക്കുന്നത്. അയാളുടെ കടങ്ങളും അയാളുടെ ലാഭവും അയാളുടെ നഷ്ടവും, അയാൾ എന്തൊക്കെ റിസ്ക് വരുന്നുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, അതൊക്കെ ഇയാളാണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ ലയബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കില്ല, അൺലിമിറ്റഡ് ആണ്. അതായത് വളരെ കൂടുതലായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അക്ലിപ്ത ബാധ്യത എന്നൊക്കെ നമുക്ക് ഇതിനെ എന്താണ്, ഇതിന്റെ റിസ്ക്, അതായത് ഇതിന്റെ റിസ്ക് എങ്ങനെയാണ് ബിയർ ചെയ്യുന്നത്? ഇതിൽ എന്ത് നഷ്ടം വന്നാലും എന്ത് ലാഭം വന്നാലും ഇയാൾ തന്നെ അത് ഏറ്റെടുക്കുന്ന. പിന്നെ വരുന്നത് കൺട്രോൾ. കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഇയാൾ തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും, വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഇയാളെ ബിസിനസ് ഇയാൾ തന്നെയാണ്, ഇയാളെ കൺട്രോളിലാണ് ഇതൊക്കെ പോകുന്നത്. ഇതിനൊരു പ്രത്യേക എന്താ പറയാ, പ്രത്യേകമായിട്ട് ഇതിനൊരു ലോ ഇല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് വേറെ മാനേജ്മെന്റ് വേറെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇയാൾ തന്നെയാണ് ഓണർ, ഇയാൾ തന്നെയാണ് ബിസിനസ്. ഇവിടെ ബിസിനസ്സും ഇയാളും തമ്മിൽ എന്തില്ല, വേറിട്ടൊരു ബന്ധമില്ല. അതൊന്നു തന്നെയാണ് ഇവിടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ. ഓക്കെ, അതാണ്. ഇതിന് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. കാരണം എന്താണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇയാളുടെ ഡെത്ത്, ഇയാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ഇയാൾ പാപ്പരായി, അങ്ങനെയുള്ള സമയത്ത് ഇത് എന്താണ്, ഇത് കണ്ടിന്യൂ ചെയ്യില്ല, അത് അവിടെ പൂട്ടിയിടും അല്ലെ, ആ ബിസിനസ് അവിടെ സ്റ്റോപ്പായി. അപ്പൊ ഇതിന് കണ്ടിന്യൂറ്റി ഇല്ല എന്ന് നമുക്ക്. ഇത്രയാണ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകതകൾ. എന്താണ്? ഇത് പെട്ടെന്ന് നമുക്ക് രൂപീകരിക്കാൻ പറ്റും, അതുപോലെ തന്നെ അടച്ചുപൂട്ടാനും പറ്റും. ഇതിന്റെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഇത് അൺലിമിറ്റഡ് ആണ്. കാരണം ഒരു ലിമിറ്റഡ് അല്ലല്ലോ, കാരണം ഇയാളുടെ ലയബിലിറ്റി വളരെ, ബാധ്യത വളരെ
കൂടുതലാണ്. പിന്നെ റിസ്ക് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇയാൾ തന്നെ അത് ഏറ്റെടുക്കണം. കൺട്രോളും ഇയാൾ തന്നെയാണ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഇല്ല. അതായത് പ്രത്യേകമായിട്ട് ഇതിനൊരു എന്താ പറയുക വ്യക്തിത്വം ഇല്ല. ബിസിനസ് വേറെയാണ് മാനേജ്മെന്റ് വേറെയാണ് എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഇതെന്താണ് നമുക്ക് കണ്ടിന്യൂറ്റി, ഇതിന് എന്തില്ല കണ്ടിന്യൂസ് ആയിട്ടൊരു നിലനിൽപ്പ്. അതായത് ഇയാളുടെ ഡെത്ത് അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും പാപ്പരാകുകയൊക്കെ ചെയ്താൽ ആ ബിസിനസ് അവിടെ സ്റ്റോപ്പായി. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല അല്ലെ, തുടർന്ന് കൊണ്ടുപോകുന്നില്ല. അപ്പം തുടർച്ച എന്ന് പറയുന്നതിന് വളരെ കുറവാണ്. അപ്പൊ ഇത്രയാണ് ഇത് പറയുന്നത് പ്രത്യേകത. ഇനി ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഏകാംഗ വ്യാപാരത്തിന്റെ ഗുണങ്ങൾ, അതായത് മെറിറ്റ്സ് ഓഫ് ദി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഈ വ്യാപാരത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഗുണങ്ങൾ പറയാൻ പറ്റുക. പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും അല്ലെ. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാം. കാരണം ഇയാൾ ഒറ്റയ്ക്കാണ്, ഇയാളാണ് ഡിസിഷൻ എടുക്കുന്നത്, ഇയാൾക്ക് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഇയാളെ ബിസിനസ് ഇയാൾ ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ പറയുന്നത് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബിസിനസിന്റെ രഹസ്യങ്ങൾ ഉണ്ടാവല്ലോ, അത് ഇയാൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇയാൾ വേറെ പുറത്തൊന്നും വിടുന്നില്ലല്ലോ, കാരണം ഇയാളെ ബിസിനസ്സിൽ വേറെ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാളെ ബിസിനസ് സീക്രട്ട് ഇയാൾക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കിടക്കും. അപ്പൊ അവിടെ ഒരു എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി, അതിന്റെ ബിസിനസിന്റെ രഹസ്യം കീപ്പ് ചെയ്യാനുള്ളൊരു എന്താ ഇരിക്കാൻ പറ്റും. ഡയറക്റ്റ് ഇൻസെന്റീവ്, അതായത് എല്ലാം ഡയറക്റ്റ് ഇൻസെന്റീവ് എന്ന് വെച്ചാൽ ഇയാള് ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് മൊത്തം ആർക്കാണ്, ഇയാൾക്ക് തന്നെയാണ് ആ പ്രോഫിറ്റ് മൊത്തം കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഇയാൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് ഇയാളെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു സക്സസ് വന്നാൽ അതിന്റെ ആ ഒരു എൻജോയ്മെന്റ് ആർക്ക് തന്നെയാണ്, ഇയാൾക്ക് തന്നെയാണുള്ളത്. പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇയാളെ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അപ്പൊ അയാൾക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അതിലൂടെ വരുന്ന എന്താണ്, ഇത് എളുപ്പത്തിൽ നമുക്ക് രൂപീകരിക്കാൻ പറ്റും അല്ലെ, എളുപ്പത്തിൽ അടച്ചു പൂട്ടാനും നമുക്ക് പെട്ടെന്നുള്ള ഫോർമാലിറ്റീസ് ഒന്നും ഇതിനില്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഗുണങ്ങൾ. അതായത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, ഇവിടെ ബിസിനസിന്റെ സീക്രസി അതായത് രഹസ്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, പിന്നെ ഇയാൾക്ക് എല്ലാ പ്രോഫിറ്റും എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അത് ഇയാൾക്ക് തന്നെയാണ്, പിന്നെ ഇയാളെ സ്വന്തം ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ആ ഒരു സെൽഫ് എൻജോയ്മെന്റ് ഇയാൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഇയാളുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫോം ചെയ്യാനും അടച്ചുപൂട്ടാനുമാണ്. പിന്നെ പറയുന്നത് ഇതിന്റെ പോരായ്മകൾ, അതായത് ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഏകാംഗ വ്യാപാരത്തിന്റെ ഗുണങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതിന് എന്തൊക്കെ അപാകതകളുണ്ട് നോക്കാം. അതായത് ഇവിടെ റിസോഴ്സ് വളരെ കുറവാണ്. കാരണം എന്താണ്, ഇയാൾ മാത്രമേ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുള്ളൂ, വേറെ ഇയാൾക്ക് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വേറെ പാർട്ട്നേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇയാൾ തന്നെ എല്ലാ റിസോഴ്സും ഇയാൾ തന്നെ കൊണ്ടുവരണം. അപ്പൊ അവിടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെന്താ വരുന്നത്, കുറവാണ് അവിടെ. പിന്നെ ലിമിറ്റഡ് ലൈഫാണ്. ഇതെന്താണ്, ഇയാളുടെ ബിസിനസ്സും ഇയാളുടെ പിന്നെ മാനേജ്മെന്റ് അതായത് ഓണറും ഈ ബിസിനസ്സും തമ്മിൽ ക്ലോസ്ഡ് ആണ്, അത് സെപ്പറേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇവിടെ. പിന്നെ വരുന്നത് ലയബിലിറ്റി എന്ന് പറയുന്നത് വാസ്റ്റ് ആണ്, കൂടുതലാണ്. ഇയാൾ തന്നെ എല്ലാ ലയബിലിറ്റിയും ഏറ്റെടുക്കണം, വേറെ ഷെയർ ഇടാനൊന്നും ആളില്ല. അപ്പൊ എന്ത് റിസ്ക് വന്നാലും ഇയാൾ തന്നെ അത് ബിയർ ചെയ്യണം, ഏറ്റെടുക്കണം അതാണ്. പിന്നെന്താണ്, മാനേജറിയൽ എബിലിറ്റി വേണമെങ്കിൽ ഇയാൾക്ക് കുറവായിരിക്കും, കാരണം ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് ഇയാൾ തന്നെ എടുക്കണം. അപ്പൊ ചിലപ്പോൾ ഇയാളെന്ന് പറയുന്നത് അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളൊന്നും ആയിരിക്കില്ല. അപ്പം മാനേജർ അതായത് ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതുള്ള ആ ഒരു എബിലിറ്റി ഒക്കെ ചിലപ്പോൾ. പിന്നെന്താ പറയുന്നത്, ഇത്രയാണ് ഇതിന്റെ അപാകതകൾ എന്ന് പറയുന്നത്, പോരായ്മകൾ അതായത് ലിമിറ്റേഷൻസ്. ഈ ഏകാംഗ വ്യാപാരത്തിന്റെ ലിമിറ്റേഷൻ അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ അപാകതകൾ അല്ലെങ്കിൽ പോരായ്മകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. റിസോഴ്സ് വളരെ കുറവാണ്, അതായത് ക്യാപിറ്റൽ നമുക്കിവിടെ ഇയാൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, അപ്പൊ എന്താണ് അത് വളരെ കുറവാണ്. പിന്നെ ഇവിടെ ലൈഫ് എന്ന് പറയുന്നത് എന്താ ലിമിറ്റഡ് ലൈഫ്, അതായത് ഇയാളുടെ പേഴ്സണൽ കാര്യങ്ങളും ബിസിനസ്സുമായിട്ട് ചിലപ്പം ക്ലോസ്ഡ് ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ ബിസിനസ് മാനേജ്മെന്റ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അത് ഒരുമിച്ചാണ് പോകുന്നത്. ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് വളരെ കൂടുതലാണ്, പിന്നെ മാനേജറിയൽ എബിലിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. ഇത്രയാണ് ഇതിന്റെ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്, രണ്ടാമത്തെ വിഭാഗമാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അതായത് ഇപ്പം സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, അപ്പൊ ഈ പണ്ട് ഹിന്ദു ഫാമിലിയിലൊക്കെ നടന്നൊരു ബിസിനസ് സംവിധാനമാണ് എന്ത്, ഈ ഹിന്ദു ഫാമിലി അൺഡിവൈഡഡ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ ഒരു എൽഡർ, ആ ബിസിനസ്സിൽ എങ്ങനെയാണ് വരിക, ആ കൂട്ടുകുടുംബത്തിലുള്ള ഏറ്റവും മുതിർന്ന ആള്, എൽഡർ ആയിട്ടുള്ള ആളുണ്ടാവും, അയാളായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ബിസിനസ് മാനേജ് ചെയ്യുന്നത്. അയാളാണ് എന്ത് കർത്ത എന്ന് പറയും. അയാൾ പറയുന്ന പേര് കർത്ത എന്നാണ്. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആദ്യം ഒരാൾ മുതിർന്ന ഒരു പൗരൻ, പിന്നെ അതിന്റെ രണ്ടാമത്തെ ആൾ അതിന്റെ മകനായിരിക്കാം, പിന്നെ അയാളായിരിക്കും അതിന്റെ അടുത്ത അവകാശി എന്ന് പറയുന്നത്, മാനേജ്മെന്റ് അവകാശി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് അദ്ദേഹത്തിന്റെ ചിൽഡ്രൻസ് അല്ലെ, കൊച്ചുമക്കൾ എന്ന് പറയും. അപ്പൊ അവരായിരിക്കും അടുത്ത ഈ ബിസിനസിന്റെ അവകാശികൾ, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് എന്ത് പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതായത്
ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്. ഈ മുതിർന്ന ആളെ നമ്മൾ എന്ത് പറയും? കർത്ത എന്ന പേരാണ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കർത്ത എന്ന പേരാണ് ഈ മുതിർന്ന ആളെ നമ്മൾ പറയാ, കർത്ത. അപ്പൊ ഇയാൾക്ക് എന്താണ്? ഇയാളാണ് ബിസിനസിന്റെ ഹെഡ്. ഈ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിൽ ഈ കർത്തയാണ് ഇവിടെ ബിസിനസിന്റെ ഹെഡ് ആയിട്ട് വരിക. ബാക്കിയുള്ള മെമ്പേഴ്സ് ഒക്കെ എന്താണ്? ആ ബിസിനസിന്റെ ഭാഗങ്ങളാണ്, അംഗങ്ങളാണ്. അവരെ പറയുന്ന പേരാണ് കോ പാർട്ണേഴ്സ് എന്ന്. കോ പാർട്ണേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പറയുന്നത് ഇതിന്റെ ഈ ജോയിന്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസിന്റെ എന്താണ്, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് യൂസ്ഡ് ബിസിനസ് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ഹിന്ദു സക്സഷൻ ആക്ട്. അതായത് 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം എന്നാണ് ഇതിനെ പറയുന്നത്. 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആൻസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതായത് മുൻഗാമികളുടെ അതായത് അവരുടെ മുതിർന്ന പൗരന്മാരുടെ ആ ഒരു കൂട്ടുകുടുംബത്തിലുള്ള അവരുടെ മുൻഗാമികൾ, അവരുടെ പ്രോപ്പർട്ടി. ആ ഏത് നിയമപ്രകാരമാണ് ഈ ബിസിനസ് പോകുന്നത്? 1956 ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമപ്രകാരമാണ്. അതാണ് ഈ ഹിന്ദു സക്സസ്. അടുത്തത് ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡും ഉണ്ട്, അൺലിമിറ്റഡും ഉണ്ട്. അതായത് ലിമിറ്റഡ് എന്ന് വെച്ചാൽ കുറച്ച് ലയബിലിറ്റി, അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ വാസ്റ്റ്, കൂടുതൽ ലയബിലിറ്റി. ഈ ലിമിറ്റഡ് ആർക്കൊക്കെ ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ മുതിർന്ന പൗരനാണ് കർത്ത. ഈ കർത്തക്കായിരിക്കും എല്ലാ ലയബിലിറ്റിയും വരുന്നത്. അതിൽ കുറച്ച് ലയബിലിറ്റി ആയിരിക്കും ആർക്കുണ്ടാവുക? അവരുടെ കുടുംബാംഗങ്ങൾ, കോ പാർട്ണേഴ്സ് ആയിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ കർത്തേന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതൽ, അൺലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ആർക്കായിരിക്കും? കോ പാർട്ണേഴ്സ്, അവരുടെ കൂട്ടുകുടുംബങ്ങൾക്കായിരിക്കും. അതുപോലെ കൺട്രോൾ എങ്ങനെയായിരിക്കും? കർത്തയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഏറ്റവും മുതിർന്ന ആളാണ് കർത്ത. അയാളാണ് കൺട്രോളും മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് കൂടുതൽ. ഇവിടെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താ? ബിസിനസ്സിന് തുടർച്ചയുണ്ട് അല്ലെ? കർത്ത മരിച്ചാൽ അടുത്ത എൽഡർ ആരാണോ അയാളായിരിക്കും, അടുത്ത ആ ഫാമിലിയിൽ എൽഡർ ആരാണോ അയാളായിരിക്കും കർത്തയായിട്ട് പിന്നീട് തുടരുക. അപ്പൊ തുടർച്ച എന്ന് പറയുന്നത് ബിസിനുണ്ട്. ഇനി മൈനർ മെമ്പേഴ്സ് ആരൊക്കെയായിരിക്കും? അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ബൈ ബർത്ത് തന്നെ അവർക്ക് ഇതിന് മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ ബൈ ബർത്ത് അവർക്ക് തന്നെ എന്താണ്? അവരും ഈ ബിസിനസ്സിലെ അംഗങ്ങളാണ്. അപ്പൊ മൈനർ മെമ്പേഴ്സ് അവിടുത്തെ കുട്ടി. പിന്നെ ഇതിന്റെ അപ്പൊ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് മിനിമം 2 മെമ്പേഴ്സ് ഫ്രം ദ ഫാമിലി ആണ്. അവിടെ 2 മെമ്പേഴ്സ്, ആ ഫാമിലിയിൽ നിന്ന് 2 മെമ്പേഴ്സ് ഈ ഫോർമേഷൻ, അതായത് ഇത് രൂപീകരിക്കാൻ ആവശ്യമാണ്. ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് കർത്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ ലയബിലിറ്റി ഉള്ളത്. ബാക്കിയുള്ള ആൾക്കാർക്ക് ലയബിലിറ്റി കുറവായിരിക്കും. പിന്നെ ഇവിടെ കൺട്രോൾ ചെയ്യുന്നതും മാനേജ്മെന്റ് ചെയ്യുന്നതും ഒക്കെ കർത്തയാണ്. ഇവിടെ കണ്ടിന്യൂറ്റി, കർത്ത മരിച്ചാലും അടുത്ത ബിസിനസ്സിലെ അവകാശികൾ ഉണ്ടാകും, അവരായിരിക്കും ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ തുടർച്ച എന്ന് പറയുന്നത് ഈ ബിസിനസ്സിനുണ്ട്. പിന്നെ മൈനർ മെമ്പർ എന്ന് പറയുന്നത് അവിടെ കുട്ടികൾക്ക്, ജനിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ. എന്താണ് പിന്നെ ഇതിന്റെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി ഹാവ് ഈക്വൽ റൈറ്റ് ഇൻ ദ ബിസിനസ് ബേസ്ഡ് ഓൺ ദ ഹിന്ദു സക്സീഷൻ ആക്ട് 2005. 2005 ഈ ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം 1956 അമെൻമെന്റ് ചെയ്ത് അതിൽ ഭേദഗതികൾ വരുത്തിയിട്ട് 2005 പുതിയൊരു ആക്ട് പാസ്സായി. ആ ആക്ട് പ്രകാരം എന്താണ്? ഈ കുടുംബത്തിലുള്ള എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്താണ്? അവിടെ തുല്യ അവകാശമാണ് എന്നാണ് ആ ആക്ട് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ, ഗുണം, ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ എഫക്റ്റീവ് കൺട്രോൾ ആണ് അല്ലെ? അതായത് മെമ്പേഴ്സ് തമ്മിൽ എന്താണ്? കർത്തയാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ കർത്തയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? കുറച്ചും കൂടി കൺട്രോൾ ഉണ്ടാകും. ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ, ആരെങ്കിലും ഈ കർത്ത മരിച്ചാലും അവിടെ അടുത്ത മെമ്പേഴ്സ് ഉണ്ടാകും, അവകാശികൾ എന്ന് പറയാൻ. അപ്പൊ ഈ ബിസിനസ് അവര് പിന്നെന്താണ്? ലയബിലിറ്റി എന്ന് പറയുന്നത് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് ആണ്, പക്ഷെ കർത്തയ്ക്ക് അത് ആണ്. പിന്നെന്താണ്? കോപ്പറേഷൻ, അതായത് ഈ ഫാമിലി മെമ്പേഴ്സിന്റെ കോപ്പറേഷനും ലോയാലിറ്റി ഒക്കെ, അതായത് അവരുടെ സഹകരണങ്ങളൊക്കെയാണ് ഈ ബിസിനസ്സിനെ മുന്നോട്ട് അത്. പിന്നെ ഇത്രയാണ് ഇതിന്റെ എന്താ പറയുന്നത്? ഗുണങ്ങൾ. അതായത് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം കർത്തയാണ് അവിടെ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഒരു നന്നായിട്ടുള്ളൊരു കൺട്രോൾ അവിടെ ഉണ്ട്. പിന്നെന്താണ്? ഇവിടെ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ആണ്, കാരണം കർത്ത മരിച്ചാലും ആ ബിസിനസ് പിന്തുടർച്ച അവകാശികൾ ഉണ്ട്. അപ്പൊ അത് ബിസിനസ് എന്താകും? മുന്നോട്ട് പോകും. ലയബിലിറ്റി എന്ന് പറയുന്നത് കോപാർട്ണേഴ്സിന്, അതായത് ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് എന്താണ്? ലയബിലിറ്റി കുറവായിരിക്കും, പക്ഷെ കർത്തയ്ക്ക് ലയബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഈ ലോയാലിറ്റി എന്ന് പറയുന്നതും സഹകരണം, അവിടെ ഫാമിലി തമ്മിൽ നല്ലൊരു സഹകരണം ഉള്ളത് കൊണ്ട് ആ ഒരു സഹകരണം ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇത്രയാണ് ഇതിന്റെ അപാകതകൾ, അതായത് പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാല്, ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാ വരിക? വിഭവങ്ങൾ, ലിമിറ്റഡ് റിസോഴ്സ് കുറവായിരിക്കില്ല. കാരണം എന്താണ്? ഇവരുടെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടീസ് ആണ്, അതായത് മുൻഗാമികളുടെ സമ്പത്താണ് ഇവിടെ വരുന്ന ആ ഒരു മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റലിനെ
ആയിരിക്കും. പിന്നെന്ന് വെച്ചാൽ ലയബിലിറ്റി, കർത്തേന്റെ ലയബിലിറ്റി എന്താണ് വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന് വളരെ കൂടുതലായിട്ടുള്ള ഒരു ലയബിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ കർത്തേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താ പറയാ, അതൊരു പോരായ്മയാണെങ്കിലും പിന്നെന്താണ്, കർത്തയ്ക്കാണ് ഇവിടെ കൂടുതൽ അവകാശം. അപ്പൊ എന്താണ്, കർത്തയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ കർത്തേന്റെ ആ ഒരു ഡോമിനൻസ്, ഒരു എന്താ കുത്തക അവകാശം എന്നൊക്കെ പറയില്ല, അത് കർത്തയ്ക്കുണ്ട്. അപ്പൊ എന്താണ്, അതൊരു മേ ബി അതൊരു ആ ബിസിനസ്സിനെ ഒരു സാരമായിട്ട് ബാധിച്ചേക്കാം. അപ്പൊ അതൊരു നമുക്ക് എന്താ പറയാ, അതെന്താണ്, അതൊരു പോരായ്മയായിട്ടും. പിന്നെന്താണ്, സ്കില്ല്, മാനേജറിയൽ സ്കിൽ, അതായത് കർത്തയ്ക്ക് ചിലപ്പം ഈ ബിസിനസ്സിൽ അത്രയും ക്വാളിഫൈഡ് ഒന്നും ആയിരിക്കില്ലല്ലോ മെമ്പേഴ്സ് ഒന്നും. അപ്പം മാനേജ് ചെയ്യുക എന്നുള്ളത് ആ ഒരു സ്കില്ലൊക്കെ എന്തായിരിക്കും, ആ ഒരു കഴിവൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെന്താണ്, ഇത്രയാണ് അതിന്റെ പറയുന്നത്. ഇനി ഇത് മൂന്നാമത്തെയാണ് ഇത് പാർട്ട്ണർഷിപ്പ്, അതായത് പങ്കാളിത്ത ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പങ്കാളിത്ത ബിസിനസ് എന്താണ് പങ്കാളിത്ത ബിസിനസ് എന്ന്? അതായത് പാർട്ട്ണർഷിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ തമ്മിൽ ചേർന്നിട്ട് അവരെന്താണ് ഒരു എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ട് തുടങ്ങുന്ന ഒരു ബിസിനസ് ആണ് എന്ത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഏകാംഗ വ്യാപാരത്തിന്റെ പോരായ്മകൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പാർട്ട്ണർഷിപ്പിലൂടെ, ആ ഒരു ബിസിനസ്സിലൂടെയാണ് ഇത് പരിഹരിക്കുന്നത്. കാരണം ഇവിടെ രണ്ടിൽ കൂടുതൽ ആളുകൾ വരും, മിനിമം 2 ആൾക്കാരുണ്ടാകും, മാക്സിമം പോയാൽ 2ൽ കൂടുതൽ ആൾക്കാർ ഇത് തുടങ്ങാൻ വേണം. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ് ആണ് ഇന്ന് പങ്കാളിത്തം, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932? അതായത് പങ്കാളിത്ത ബിസിനസിന്റെ ആക്ട് ആണ് 1932. ഇത് പ്രകാരമാണ് ഈ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നത്. ഈ പങ്കാളിത്ത ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യണം ഏത് പ്രകാരം? പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം, 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ഇവിടെ പങ്കാളിത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പേഴ്സൺ എന്താണ്, ഇവിടെ 2 പേഴ്സൺ ആണെങ്കിൽ, 2ൽ കൂടുതൽ പേഴ്സൺ ആണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അവരുടെ പ്രോഫിറ്റ് അവർ തമ്മിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലും അത് ലോസ് ആണെങ്കിലും അവർ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് അവരിത് ചെയ്യുക. ഓക്കെ, അവർ ഏത് രീതിയിലാണ് അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവർ ഷെയർ കൊണ്ടുവരുന്നത്, ഏത് രീതിയിലാണ് അവർ ഈ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഉടമ്പടി, എഗ്രിമെന്റ് അവിടെ ഉണ്ടാകും. അതാണ് എന്ത് പറയുന്നത്. ഈ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഇതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ലീഗലി ആണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് ഇത് ഫോം ചെയ്യുക. ഇതിന്റെ രൂപം എന്താണ്, നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എഗ്രിമെന്റ് ഉണ്ടാകും എവിടെയെന്ന് വെച്ചാൽ, അതായത് റിട്ടൺ ആയിട്ടോ ഓറൽ ആയിട്ടോ ഒരു എഗ്രിമെന്റ്, അതായത് വായ കൊണ്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് എഴുതിയിട്ട് തന്നെയോ ഇവിടെ എന്തുണ്ടാകും, എഗ്രിമെന്റ്, ഉടമ്പടി ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്, ഇവർ എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇവർ എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്തുണ്ടാവും. ഈ ഫേമിന്റെ ബിസിനസ് എന്താണ്, ഈ ഫേമിന്റെ നെയിം എന്താണ്, ഇതിന്റെ ബിസിനസിന്റെ നേച്ചർ എന്താണ് എന്നൊക്കെ ഈ എഗ്രിമെന്റിൽ ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ രൂപീകരണം എന്ന് പറയുന്നത്. ഇതിന്റെ ബാധ്യതയോ, ഓരോ പാർട്ട്ണറിനും ഇത് അൺലിമിറ്റഡ് ആയിരിക്കും. പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ പാർട്ട്ണറിന്റെ ബിസിനസ് ആണിത്. അപ്പൊ ആ ഒരു ബിസിനസ്സിലുള്ള എല്ലാ ലയബിലിറ്റിയും ഇവർക്ക് എന്താണ്, ലയബിൾ ആണ്, ഇവർക്ക് ബാധ്യതയാണ്. സോ അവരുടെ ബാധ്യത വളരെ കൂടുതൽ. പിന്നെ റിസ്ക് ബിയറിങ്ങോ, എല്ലാ റിസ്ക്കും ഷെയറും, എല്ലാ റിസ്ക്കും ഇവർ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യണം. എന്ത് റിസ്ക് ഉണ്ടെങ്കിലും ലോസ് ഉണ്ടെങ്കിലും പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് അവർ തമ്മിൽ അത് ഷെയർ ചെയ്യണം. ഇനി പ്രോഫിറ്റ് ആണെങ്കിലും അത് ചെയ്യണം. പിന്നെ എന്താണ്, തീരുമാനങ്ങൾ എടുക്കുക അല്ലെ, ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ജനറൽ ടേക്കൺ വിത്ത് മ്യൂച്വൽ കൺസെന്റ്, അതായത് അവരുടെ എല്ലാം, ഇപ്പൊ പാർട്ട്നേഴ്സ് ആരൊക്കെ ഉണ്ടോ, 2 ആളാണോ അതിൽ കൂടുതലാണോ, അവർ ആരൊക്കെ ഉണ്ടോ പാർട്ട്നേഴ്സ്, അവരുടെ ഒക്കെ ഒരു എന്താണ് പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ വരുന്നത് എന്താണ്, ഇതിന്റെ തുടർച്ച, അതായത് പാർട്ട്നേഴ്സ് ഇപ്പം എന്താണ്, പേഴ്സണലി ഓർഗനൈസേഷൻ ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഇറ്റ് ലാക്ക് കണ്ടിന്യൂറ്റി, ഡെത്ത്, ഇൻസാനിറ്റി എക്സെട്ര ഓഫ് എ പാർട്ട്ണർ ബ്രിങ് ആൻ എൻഡ് ടു ദ ബിസിനസ്. ഇപ്പോൾ ഒരു പാർട്ട്ണർ മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് എന്താണ് ഇൻസോൾവൻസി വന്നത്, അതായത് എന്താണ് പാപ്പരായി എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ എന്താണ്, ഈ ബിസിനസ് അവിടെ നിർത്തും. ഓക്കെ, ഒരു പാർട്ട്ണർ എന്തായി മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് എന്തെങ്കിലും സംഭവിച്ചു, അപ്പൊ ആ ബിസിനസ് എന്തായി അവിടെ നിർത്തും, സ്റ്റോപ്പ് ആവും. അപ്പൊ ഇതിന്റെ തുടർച്ച എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഇവിടെ എത്ര മെമ്പേഴ്സ് വേണം എന്നാണ്. മിനിമം എത്ര വേണം, മിനിമം 2 ആളെങ്കിലും വേണം, എന്നാലേ നമുക്ക് പാർട്ട്ണർഷിപ്പ് ആയിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. കൂടുതലായാൽ അത് 50 പേര് വരെ നമുക്കിപ്പോ പോകാം എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതിന്റെ മ്യൂച്വൽ ഏജൻസി, അതായത് മ്യൂച്വൽ കൺസെന്റോട് കൂടിയാണ് പാർട്ട്നേഴ്സ് ഒക്കെ പോകേണ്ടത്. പാർട്ട്നേഴ്സ് എല്ലാവരും തന്നെ മ്യൂച്വൽ ഏജന്റ് ആണ്. പിന്നെ ഇത്രയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന്. ഇനി നമുക്കുള്ളത് ഇതിന്റെ ഗുണങ്ങളാണ്. മെറിറ്റ്സ് ഓഫ് പങ്കാളിത്ത ബിസിനസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഗുണങ്ങൾ?
ഇതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചും കൂടി ഈസിയാണ് അല്ലേ? അതായത് സാധാരണ ഒരു കമ്പനി തുടങ്ങുന്ന പോലെയൊന്നുമല്ല. അപ്പം അതിനേക്കാൾ കുറച്ചും കൂടി ഈസിയാണ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? 2 പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു മ്യൂച്വൽ കൺസെന്റ്, അതായത് അവരുടെ എല്ലാം ഒരു പൂർണ്ണ സമ്മതത്തോടു കൂടി ആണ് അവിടെ ഡിസിഷൻ എടുക്കുന്നത്. കൂടുതൽ ഫണ്ട്സ് കിട്ടും അല്ലെ? കാരണം പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്നും എ എന്ന് പറയുന്ന പാർട്ട്ണർ കൊണ്ടുവരുന്നു, ബി എന്ന് പറയുന്ന പാർട്ട്ണർ കൊണ്ടുവരുന്നു. അങ്ങനെ ഫണ്ട് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ക്യാപിറ്റൽ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ഈ ബിസിനസ് ഉണ്ട്. ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഷെയറിംഗ് ആണ്. പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യണം. ഇവിടെ റിസ്ക് നമ്മൾ ഏകാംഗ വ്യാപാരത്തിൽ ഒരാൾ മാത്രമാണ് റിസ്ക് എടുക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം 2 വ്യക്തികളോ 2ൽ കൂടുതൽ വ്യക്തികളോ വരുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യണം? റിസ്ക് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഇവർ ഷെയർ ചെയ്യണം. പിന്നെന്താ വരുന്നത്? ഇതിന്റെ സീക്രസി എന്ന് പറയുന്നത് ഇവർ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യും. പുറത്ത് പബ്ലിഷ് ചെയ്യാന്നുള്ളത് അക്കൗണ്ട്സ് റിപ്പോർട്ട്സ് ഒന്നും പുറത്ത് പബ്ലിഷ് ചെയ്യേണ്ട ഒരു ലീഗൽ റിക്വയർമെന്റ്സ് ഇവർക്കില്ല. അത് നിയമപ്രകാരം അങ്ങനെയൊന്നുമില്ല. അപ്പൊ സീക്രസി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കരുതാൻ പറ്റും. രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഇത്രയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ ഫോർമേഷൻ രൂപീകരണവും ഇതിന്റെ അടച്ചുപൂട്ടലും എളുപ്പമാണ്. ഡിസിഷൻ അതായത് ഇപ്പം പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ്? അവർ തമ്മിൽ സമ്മതമാണെങ്കിൽ മാത്രമാണ് ഓരോ ഡിസിഷൻ എടുക്കുന്നത്. കൂടുതൽ ഫണ്ട്സ് ഇവിടെ കിട്ടും, കൂടുതൽ ക്യാപിറ്റൽ ഇവിടെ കിട്ടും. റിസ്ക് ആണെങ്കിലും ലോസ് ആണെങ്കിലും പാർട്ട്നേഴ്സ് തമ്മിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ രഹസ്യങ്ങൾ, ബിസിനസ്സിലെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഇത്രയാണ് ഗുണങ്ങൾ പറയുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണെന്ന് നോക്കണം. ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ലയബിലിറ്റി വളരെ കൂടുതലാണ് അല്ലെ? അത് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എന്ത് വന്നാൽ ഇവര് തന്നെ ഏബിൾ ആയിരിക്കണം അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ലയബിലിറ്റി വളരെ. ഇനി ഇതിന്റെ റിസോഴ്സ് എങ്ങനെയായിരിക്കും? റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 2 വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ്, അല്ലെങ്കിൽ 2 3 ആരാണ് ഫണ്ട്സ് അവരിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ് മാത്രമേ ഇതിനുള്ളൂ. കോൺഫ്ലിക്ട്സ്, അതായത് ഇപ്പം പാർട്ട്നേഴ്സ് തമ്മിൽ ബഹളങ്ങൾ ഉണ്ടാകാം അല്ലെ? അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാൾ പറഞ്ഞ ഡിസിഷൻ ഒരാൾക്ക് പറ്റൂല, മറ്റയാൾ പറഞ്ഞ ഡിസിഷൻ ഒരാൾക്ക് പറ്റൂല. അപ്പൊ എന്തുണ്ട്? ഇവിടെ അടികൾ, അതായത് കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചാൽ അടി ഉണ്ടാവുക, തർക്കങ്ങൾ ഉണ്ടാവുക. പിന്നെന്താണ്? കണ്ടിന്യൂറ്റി, തുടർച്ച എന്ന് പറയുന്നത് വളരെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? കാരണം ഒരാൾ മരിച്ചു പോവുകയോ ഒരാൾ എന്തെങ്കിലും പാപ്പരാവുകയോ ചെയ്താൽ ആ ബിസിനസ് അവിടെ സ്റ്റോപ്പ്. അപ്പൊ പിന്നെന്താ? പബ്ലിക് കോൺഫിഡൻസ് കുറവാണ്. കാരണം ഇത് നിയമപ്രകാരം ഗവൺമെന്റിന്റെ കൺട്രോളിലൊന്നും അല്ലല്ലോ ഇത് വരുന്നത്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു പങ്കാളിത്ത ബിസിനസ് ആണല്ലോ. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു, അവർ തമ്മിൽ ബിസിനസ് തുടങ്ങുന്നു. അപ്പൊ പബ്ലിക്കിനൊരു കോൺഫിഡന്റ് ആയിട്ട് ഇതിൽ ഷെയർ ചെയ്യാനൊന്നും പറ്റൂല. അപ്പം പബ്ലിക്കിന്റെ കോൺഫിഡൻസ് ഒന്നും ഇതിലില്ല. പിന്നെന്താണ്? ഇത്രയാണ് ഇതിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. ലയബിലിറ്റി വളരെ കൂടുതലാണ്, റിസോഴ്സ് വളരെ കുറവാണ്, പാർട്ട്നേഴ്സ് തമ്മിൽ അടികൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം, തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇത് ബിസിനസ് മുന്നോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെന്താണ്? പബ്ലിക് കോൺഫിഡൻസ് വളരെ. ഇത്രയാണ് ഇതിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. ഇനി പാർട്ട്നേഴ്സിന്റെ ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് പാർട്ട്നേഴ്സിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്? ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ആക്റ്റീവ് ഓർ വർക്കിംഗ് പാർട്ട്ണർ ഉണ്ട്. അതായത് നിങ്ങളുടെ ബുക്കിലുണ്ട് ആക്റ്റീവ് ഓർ വർക്കിംഗ് പാർട്ട്ണർ, സജീവ പങ്കാളി. ഇവിടെ എന്ന് വെച്ചാൽ ഇയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾ എല്ലാ ഡേ ടു ഡേ അഫയറും ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ ഇയാൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളാണ് എന്ത്? ആക്റ്റീവ് അല്ലെങ്കിൽ പറയുന്നത്. ഇനി അടുത്ത സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. ബിസിനസിന്റെ ദൈനംദിന നടത്തിപ്പിൽ പങ്കെടുക്കാത്ത ആളാണ് ഇദ്ദേഹം. ഇയാൾ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുന്നില്ല. അതായത് സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്, സുഷുപ്ത പങ്കാളി എന്നൊക്കെ പറയാം. സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പങ്കാളി, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നില്ല. പക്ഷെ എന്താ പറയാ, ഇയാൾ ക്യാപിറ്റൽ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും ലോസും ഇയാൾ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും ഇയാൾ പങ്കെടുക്കൂല. അങ്ങനെയുള്ള ആളാണ് സ്ലീപ്പിംഗ് ഡോർമെന്റ്. ഇനി അടുത്ത പറയുന്നത് സീക്രട്ട് പാർട്ട്ണർ, രഹസ്യ പങ്കാളി എന്ന് പറയും. അതായത് ഈ പങ്കാളി പൊതുജനങ്ങൾക്ക്, പബ്ലിക്കിനൊന്നും അറിയില്ല ഇങ്ങനൊരു പങ്കാളി ഉണ്ട് എന്ന്, ഇങ്ങനൊരു പാർട്ട്ണർ ഉണ്ട് എന്ന് പബ്ലിക്കിനൊന്നും അറിയില്ല. പക്ഷെ മറ്റു കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളാണ് സീക്രട്ട് പാർട്ണർ, അതായത്. പിന്നെ നാമമാത്ര പങ്കാളി എന്ന് പറയും. അതായത് ഇയാളുടെ പേര് സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണ്. അങ്ങനെയുള്ള പങ്കാളികളാണ് നാമമാത്ര പങ്കാളി എന്ന് പറയുന്നത്, നോമിനൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇയാള് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരികയോ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയോ ഇതിന്റെ പ്രോഫിറ്റോ ലോസോ ഒന്നും ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ബാധ്യത വന്നാൽ ഇയാൾ ഉത്തരവാദി ആയിരിക്കും താനും. അതാണ് ഇയാളുടെ പേരെന്താണ്? ഇയാളുടെ പേര് ഈ ഒരു ബിസിനസ്സിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പങ്കാളിയാണ് നാമമാത്ര പങ്കാളി, നോമിനൽ പാർട്ട്ണർ. ഇനി അടുത്തത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, അതായത് അനിഷേധ്യ പങ്കാളി എന്നൊക്കെ പറയും. ഇവിടെ എന്ന് വെച്ചാൽ
ഇയാളുടെ വാക്കുകൾ കൊണ്ടോ ഇയാളുടെ പ്രവൃത്തികൾ കൊണ്ടോ ഈ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാണ് ഇയാൾ. ഒരാൾ തന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ ഇങ്ങനെ ബോധിപ്പിക്കുക ഞാൻ ആ സ്ഥാപനത്തിന്റെ പങ്കാളിയാണ് എന്ന് തോന്നിപ്പിക്കും വിധം ഇയാൾ തന്റെ വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയുള്ള പാർട്ട്ണറാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാലേ പല പരസ്യങ്ങളിലും സെലിബ്രിറ്റീസ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ അവരെന്താണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പലാണ്. അയാളുടെ വാക്കുകൾ കൊണ്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും ഈ കമ്പനീന്റെ എന്താണ് ഈ സ്ഥാപനത്തിന്റെ പങ്കാളിയാണെന്ന് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പങ്കാളിയാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിശ്വാസത്തിൽ മറ്റുള്ളവർ എന്താണ് സ്ഥാപനത്തിന്റെ ഈ വിശ്വാസത്തിൽ മറ്റുള്ളവർ പബ്ലിക് ഈ കമ്പനിയുടെ എന്തെങ്കിലും ഈ ബിസിനസിന്റെ പ്രൊഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് പണം ഇടുകയൊക്കെ ചെയ്താൽ അത് ആ ഒരു ബാധ്യത തീർക്കാനുള്ള അവകാശം കൂടി പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ് പറയുന്നത്. ഇനി പാർട്ട്ണർ ബൈ ഹൈഡിങ് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്, അതായത് എന്താണ് പ്രഖ്യാപിത പങ്കാളി. മറ്റുള്ളവർ പ്രഖ്യാപിക്കുമ്പോൾ അയാൾ നിഷേധിക്കാതിരുന്നാൽ അദ്ദേഹം പ്രഖ്യാപിത പങ്കാളിയായിട്ട് മാറും. അതായത് ഒരു വ്യക്തി പറയാണ് ഇയാൾ നമ്മളെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ്, പക്ഷെ ആ വ്യക്തി അത് നിഷേധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആവുന്ന ഒരു സാഹചര്യത്തിൽ അയാളും ഈ ബിസിനസ്സിന്റെ പങ്കാളിയായിട്ട് മാറും. അതാണ് എന്ത് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ആക്റ്റീവ് അതായത് സജീവ പങ്കാളി, സുഷുപ്ത പങ്കാളി, സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ, സീക്രട്ട് പാർട്ട്ണർ അതായത് രഹസ്യ പങ്കാളി, പിന്നെ നാമമാത്ര പങ്കാളി നോമിനൽ പാർട്ട്ണർ, അനിഷേധ്യ പങ്കാളി പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, പ്രഖ്യാപിത പങ്കാളി പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇനി മൈനർ പങ്കാളി എന്ന് പറയുന്നത് എന്താണ്? അതായത് മൈനർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years of age. അതായത് 18 വയസ്സ് തികയാത്ത ആൾക്കാരെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. ഇപ്പൊ a minor cannot become a partner as he is not capable to enter into a contract, but he may admit as a partner to the benefit of the firm with the consent of all other partners. അതായത് ഒരു മൈനർക്ക് ശരിക്കും എന്താണ് കോൺട്രാക്റ്റിലൊന്നും ഏർപ്പെടാൻ പറ്റില്ല, അതായത് എഗ്രിമെന്റിലൊന്നും ഏർപ്പെടാൻ പറ്റില്ല, ഉടമ്പടികളിലൊന്നും ഏർപ്പെടാൻ പറ്റില്ല, കാരണം ഇയാൾക്ക് 18 വയസ്സ് ഏജ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പാർട്ട്ണറാണ് മൈനർ പാർട്ട്ണർ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് മറ്റുള്ള പാർട്ട്ണർ സമ്മതിച്ചാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഒരു പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാം. അതാണ് മൈനർ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ എന്താണ് മൈനർ പാർട്ട്ണർ ശരിക്കും എന്താ മാനേജ്മെന്റിലൊന്നും ആക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യണം എന്നില്ല. അതായത് മാനേജ്മെന്റിൽ ഇയാൾ കൂടുതലായിട്ട് ഇയാളെ വർക്കുകളൊന്നും എടുക്കണം എന്നില്ല. അതായത് capital, his liability is limited to the extent of his share in the capital and profit of the firm. അത്രേ ഉള്ളൂ. അതായത് ഫേമിന്റെ പ്രോഫിറ്റിലും ഫേമിന്റെ ക്യാപിറ്റലും ഇയാൾ എത്രയാണോ ഷെയർ ഇട്ടത് അത്രയേ ഇയാൾക്ക് ലയബിലിറ്റി ഉള്ളൂ. കാരണം ഇയാളെ മറ്റുള്ള നമ്മൾ പറഞ്ഞു 18 വയസ്സ് ഏജ് ആവാത്ത ആളാണ്, അതുകൊണ്ട് ഉടമ്പടികളിലൊന്നും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇയാളൊരു മറ്റുള്ള പാർട്ട്നേഴ്സിന് സമ്മതമാണെങ്കിൽ ഇയാളൊരു പാർട്ട്ണറായിട്ട് എടുക്കാമെന്നും മേജർ ആയി കഴിഞ്ഞാൽ ഇനി ഇയാൾ ഈ മൈനർ പാർട്ട്ണർ മേജർ ആയി കഴിഞ്ഞാൽ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത് 19ാമത്തെ വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് മറ്റുള്ള പാർട്ട്ണറിനെ പോലെ തന്നെ എല്ലാ റൈറ്റും ഇയാൾക്കും ഉണ്ടാകും. പിന്നെ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ നിങ്ങളെ ബുക്കിൽ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ മൈനർ പാർട്ട്ണർ നിങ്ങളെ ബുക്കിൽ അങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല. മൈനർ പങ്കാളി എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് നോക്കാനുള്ള വിവിധ തരം ആണ്, അതായത് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. അതായത് വിവിധ തരം പങ്കാളിത്തത്തെ കുറിച്ച് നിങ്ങളുടെ ബുക്കിൽ പറയുന്നുണ്ട്, പേജ് നമ്പർ 41. അപ്പൊ ബിസിനസ് നടത്തുന്ന കാലയളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പങ്കാളിത്തത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ബിസിനസ് നടത്തുന്ന ആ ഒരു കാലയളവ്, പാർട്ട്ണർഷിപ്പ് നടത്തുന്ന കാലയളവ്, ആ ഒരു പീരീഡ്, അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. യഥേഷ്ട പങ്കാളിത്തം എന്നും നിശ്ചിത പങ്കാളിത്തം എന്നും അതിനെ പറയും. അതായത് യഥേഷ്ട പങ്കാളിത്തം എന്ന ബില്ലും നിശ്ചിത പങ്കാളിത്തം എന്ന് വെച്ചാൽ എന്താണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പും. പിന്നെയുണ്ട് അതായത് ബിസിനസ് സ്ഥാപനത്തിലെ അംഗങ്ങളുടെ ബാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ബിസിനസ്സിൽ നിൽക്കുന്ന ബാധ്യതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനറൽ പാർട്ട്ണർഷിപ്പ് എന്നും അതായത് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് അതായത് സാമാന്യ പങ്കാളിത്തം എന്നും ക്ലിപ്ത പങ്കാളിത്തം എന്നും പറയാൻ പറ്റും. അതിൽ എന്താണ് ജനറൽ പാർട്ട്ണർഷിപ്പ്? നിങ്ങൾ പേജ് നമ്പർ 42 ഉണ്ട്. എന്താണ് സാമാന്യ പങ്കാളിത്തം അതായത് ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? ഓൾസോ നോൺ ആസ് ദ ഓർഡിനറി പാർട്ട്ണർഷിപ്പ്, അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്നേഴ്സ് യൂഷ്വലി ഫൗണ്ട് ഇൻ ഇന്ത്യയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നതാണ് ഓർഡിനറി, സാധാരണത്തെ പാർട്ട്ണർഷിപ്പ് ആണ്. അവിടെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് രണ്ടാൾക്കും എന്താണ് അൺലിമിറ്റഡ് ആണ്, വളരെ കൂടുതലാണ്. എല്ലാ റിസ്ക്കും എല്ലാ ലയബിലിറ്റിയും ഇയാൾക്ക് തന്നെ ഈ പാർട്ട്നേഴ്സ് തന്നെയാണ്. അങ്ങനെയുള്ള സാധാരണ പോലെയുള്ള പാർട്ട്ണർഷിപ്പ് ആണ് എന്ത് ജനറൽ പാർട്ട്ണർഷിപ്പ്. സാമാന്യ പങ്കാളിത്തം
എന്ന് പറയുന്നതാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? നിശ്ചിത പങ്കാളിത്തമാണ്. അതായത് ഇപ്പൊ ഒരു പ്രത്യേക പദ്ധതി, ഒരു പ്രൊജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾ തമ്മിൽ കൂടിച്ചേർന്ന അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ ആളുകൾ കൂടിച്ചേർന്നിട്ടൊരു പാർട്ട്ണർഷിപ്പ്, ഒരു പങ്കാളിത്ത ബിസിനസ് അങ്ങ് തുടങ്ങിയാണ്. പക്ഷെ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ അല്ലെ, ഇത് സ്വമേധയാ അത് ടെർമിനേറ്റ് ചെയ്യപ്പെടും. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് സ്വമേധയാ അത് എന്താവും, സ്റ്റോപ്പ് ആവും. അതാണ് എന്ത്? പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഒരു പീരീഡിലേക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീരീഡിലേക്ക് ഫോം ചെയ്യുന്ന ഒരു പങ്കാളിത്ത ബിസിനസ് ആണ് എന്ത്? പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ, ആ ഒരു പീരീഡിന്റെ എക്സ്പയറി ആയാൽ അത് സ്വമേധയാ ആ പാർട്ട്ണർഷിപ്പ് എന്താവും, അവിടെ സ്റ്റോപ്പ് ആവും. അതാണ് എന്ത്? പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്, അതായത് നിശ്ചിത പങ്കാളിത്തം എന്ന് പറയുന്നത്. പിന്നെന്താണ്? നെക്സ്റ്റ് വൺ പറയുന്നത് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണ്. അതായത് യഥേഷ്ട പങ്കാളിത്തം എന്ന് വെച്ചാൽ ഇവിടെ എഗ്രിമെന്റിൽ ഈ ബിസിനസ് എത്രത്തോളം പോകും എന്നൊന്നും എഗ്രിമെന്റിൽ പറയില്ല. ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക്, അതായത് ഡിഫൈൻ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഇത്ര പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തത് ഡിഫൈൻ ചെയ്യുന്നില്ല. അത് എത്ര രീതിയിൽ അത് പോകുന്നു, അതിപ്പം ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഡെത്ത് വരെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ചിലപ്പം ഇൻസോൾവെന്റ് ആയി പോയി പാപ്പരായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ട് ഡിസോൾവ് ആയി പോകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡിസോൾവ് ആയി പോവാം. അതായത് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താവുക, സ്റ്റോപ്പ് ആവുക. അത്രയേ ഉള്ളൂ എന്ത്? പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല്. അതായത് എഗ്രിമെന്റിലൊന്നും പറയുന്നില്ല ഇത്ര ഡ്യൂറേഷന് വേണ്ടിയാണ് ഞങ്ങൾ ഫോം ചെയ്തതെന്നൊന്നും പറയുന്നില്ല. ഇത് എത്രത്തോളം കണ്ടിന്യൂ ചെയ്യുന്നു അത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകും. എന്തെങ്കിലും പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഡെത്തോ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു അടിയോ, അല്ലെങ്കിൽ അവർ പാപ്പരാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രം ഇതെന്താവും, ഈ പാർട്ട്ണർഷിപ്പ് അവിടെ സ്റ്റോപ്പ് ആവും. അതാണ് പാർട്ട്ണർഷിപ്പ് എന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ആണ്. അതായത് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, ക്ലിപ്ത പങ്കാളിത്തം. പാർട്ട്ണർഷിപ്പ് ക്ലിപ്ത പങ്കാളിത്തത്തിൽ അവിടെ എന്താ പറയുക, ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ ഒന്നോ അതിലധികമോ പങ്കാളികളുടെ ബാധ്യത ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്ന പങ്കാളിത്ത സ്ഥാപനങ്ങൾ. ഇത്തരം സ്ഥാപനങ്ങളിൽ ചുരുങ്ങിയത് ഒരു പങ്കാളിയുടെയെങ്കിലും ബാധ്യത അക്ലിപ്തമായിരിക്കണം. അതായത് ഒരു പങ്കാളിയുടെ ബാധ്യത എന്തായിരിക്കണം? അൺലിമിറ്റഡ് ആയിരിക്കണം. ഒരു പങ്കാളിയുടെ ലിമിറ്റഡും ആയിരിക്കണം. അങ്ങനെയാണ് എന്ത്? ലിമിറ്റഡ്, അതായത് ക്ലിപ്ത പങ്കാളിത്തം എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ ഒരു പങ്കാളിയുടെ ബാധ്യത വളരെ കൂടുതലും ഒരു പങ്കാളിയുടെ ബാധ്യത വളരെ കുറവായിരിക്കും. ചിലപ്പോൾ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ അനുസരിച്ചായിരിക്കും. അങ്ങനെയുള്ള പങ്കാളിത്ത ബിസിനസ് ആണ് എന്ത്? ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, അതായത് ക്ലിപ്ത പങ്കാളിത്ത ബിസിനസിന്റെ ടൈപ്സ് എന്ന്, വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട്. അതായത് പങ്കാളിത്ത സ്ഥാപനത്തിൽ എന്തൊക്കെ വരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡീഡിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് ആണ്. അത് റൈറ്റിങ്ങിലൂടെയോ ഓറലിലൂടെയോ ആയിരിക്കും. അതായത് വായിലൂടെയോ റൈറ്റിങ്ങിലോ എഴുതി തന്നെ ഉടമ്പടി ഉണ്ടാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ. അതിൽ എഗ്രിമെന്റ് റൈറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നാണ് പറയുന്നത്. കാരണം ഭാവിയിൽ വരുന്ന തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്, അതായത് ഈ ഉടമ്പടി, പങ്കാളിത്ത ബിസിനസ്സിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് എഴുതി തന്നെ തയ്യാറാക്കുന്ന, എഗ്രിമെന്റ് ആയിട്ട് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഒരു ഡോക്യുമെന്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഇതിന് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും പറയും. ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഈ ഒരു പാർട്ട്ണർഷിപ്പ് പങ്കാളിത്ത ബിസിനസ്സിന്റെ ഉടമ്പടിയെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന്. ഇനി ഇതിന് എന്തൊക്കെയായിരിക്കും, ഈ ഡീഡിൽ എന്തൊക്കെ ഉണ്ടാകും എന്നാണ് നിങ്ങളോട് പറയുന്നത്. നെയിം ഉണ്ടാകും, ഈ ഫേമിന്റെ എല്ലാ പാർട്ട്നേഴ്സിന്റെയും പേരൊക്കെ എന്താണ്, അഡ്രസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ബിസിനസിന്റെ നേച്ചർ എന്താണ്, ഇതിന്റെ സ്വഭാവം എന്താണ്, ഇതിന്റെ പ്ലേസ് എവിടെയാണ് ആകും. അതുപോലെ തന്നെ ഈ പാർട്ട്ണർഷിപ്പ് ഫേം എപ്പോഴാണ് തുടങ്ങിയത്, അതുപോലെ ഇതിന്റെ ഈ എന്തെങ്കിലും ഡ്യൂറേഷൻ ഉണ്ടോ, ഈ പാർട്ട്ണർഷിപ്പ് ഫേം എത്ര ഡ്യൂറേഷനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഫോം ചെയ്തത്, അതുണ്ടാകും. ഇനി ക്യാപിറ്റൽ, ഓരോ പാർട്ട്ണറും കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ എത്രയാണ്, പിന്നെന്താണ് ഓരോ പാർട്ട്ണർക്കും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണ്, അതായത് പിൻവലിക്കാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണ്. പിന്നെന്തേലും റൂൾസ് റിഗാർഡിങ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന്റെ റൂൾസ് എന്തൊക്കെയാണ്. പിന്നെ ഡിവിഷൻ, പ്രോഫിറ്റിന്റെയും ലോസിന്റെയും ഒക്കെ ഡിവിഷൻ എങ്ങനെയൊക്കെയാണ്. പിന്നെന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ഇവര് പിൻവലിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് അത് എത്രയാണ്, ഇൻട്രസ്റ്റ് എത്രയൊക്കെ വരും, പലിശ എത്ര വരും എന്നുണ്ടാവും. പിന്നെ ഓരോ പാർട്ട്നേഴ്സിന്റെ ഫോമിന് കൊടുക്കേണ്ട ലോണിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് എങ്ങനെ, പിന്നെ ഈ സാലറി, കമ്മീഷൻ തുടങ്ങിയ അതിനെക്കുറിച്ച്. പിന്നെന്താണ് ഓരോ പാർട്ട്ണർക്കും എന്തൊക്കെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. ഗുഡ് വില്ലിന്റെ അസർടൈൻമെന്റ്, ഗുഡ് വിൽ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്, അതായത് ഇപ്പം ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോകുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ ഡെത്ത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. പിന്നെന്താണ് അക്കൗണ്ട്സ് എങ്ങനെ സെറ്റിൽ ചെയ്യണം,
പിന്നെ ഫേമിന്റെ ഡിസൊല്യൂഷൻ, അതായത് ഫേം പിരിച്ചുവിടുകയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി എന്താണ്, ഇതിൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെടും. പിന്നെന്താണ്, എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ, കോൺഫ്ലിക്റ്റ് തർക്കങ്ങളൊക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ ആകും. പിന്നെന്താ, ഫേമിന് കടമായിട്ട് വാങ്ങണമെങ്കിൽ അതുമായി ബന്ധമാകും. പിന്നെ ഓരോ പാർട്ട്ണറിന്റെയും ലയബിലിറ്റി എത്രയാണ്, ബാധ്യതകൾ എത്രയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ കണ്ടൻസ് അതിലുണ്ടാവും. പിന്നെ നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്. പാർട്ട്ണർഷിപ്പിന്റെ ശരിക്കും രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല, പക്ഷേ 1932 ആക്ട് പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് ഫേം രൂപീകരിക്കുക. അതായത് എങ്ങനെയൊക്കെയാണ്, ഫേമിന്റെ നെയിം, പേരുണ്ടാകും, ഫേമിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ബിസിനസ് എവിടെ ക്യാരി ചെയ്യുന്നത്, എത്ര പാർട്ട്ണർ ജോയിൻ ചെയ്തു, ഓരോ പാർട്ട്ണറിന്റെ നെയിം അഡ്രസ്സും, പാർട്ട്ണർഷിപ്പിന്റെ ഡ്യൂറേഷൻ എന്താണ്, ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ, അതൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാനുള്ള ഒരു നിയമ നടപടികൾ എന്ന് പറയുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും. പിന്നെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, അതായത് സഹകരണ സംഘങ്ങളാണ്. സഹകരണ സംഘങ്ങൾ, സഹകരണ സംഘങ്ങളാണ്. സഹകരണ സംഘങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, അതായത് സ്വമേധയാ ആൾക്കാർ വന്നിട്ട് എന്താണ്, അവരെ ആരും കമ്പൽ ചെയ്തിട്ടില്ല, പക്ഷെ സ്വമേധയാ അവരിഷ്ടപ്രകാരം ആൾക്കാർ വന്നിട്ട് അവരുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്, അതായത് സാമൂഹികപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുമുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ സ്വമേധയാ എന്താണ് അസോസിയേറ്റ് ചെയ്യുന്ന, രൂപീകരിക്കുന്ന ഒരു ഫേമിനെ, ഒരു ബിസിനസ്സിനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത്. അതായത് പൊതു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഇതിന്റെ തത്വം എന്ന് പറയുന്നത്. സഹകരണ സംഘങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും എന്ന തത്വത്തിലാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് എന്താണ്, പൊതു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക, അതാണ് പറയുന്നത്. ഇനി ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്: സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും പ്രവർത്തിക്കുക, അതാണ് സഹകരണ സംഘത്തിന്റെ തത്വം എന്ന്. ഇനി ഇതിന്റെ എന്തൊക്കെയായിരിക്കും? സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് സ്വമേധയാ സംഘടിക്കുന്നതാണ്, ആരെയും കമ്പൽ ചെയ്തിട്ടല്ല, അവർ സ്വമേധയാ വന്നിട്ട് ഫോം ചെയ്യുന്നതാണ്. പിന്നെ ഇതിനൊരു നിയമപരമായിട്ടുള്ളൊരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്ന് പറയും. അതായത് കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളുടെ ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്ത്, അപ്പോൾ അതിനൊരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, നിയമപരമായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട്. പിന്നെ ഇതിന് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും, ഓരോരുത്തർക്കും ലിമിറ്റഡ് ആയിരിക്കും, ലയബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെന്താണ് കൺട്രോൾ, എങ്ങനെയായിരിക്കും? ഇവർ തന്നെ ഈ മെമ്പേഴ്സ് തന്നെ ഇലക്ട് ചെയ്യുന്ന, അതായത് മെമ്പേഴ്സ് തന്നെ വൺ മാൻ വൺ വോട്ട് എന്ന, ഒരാൾക്കൊരു വോട്ട് എന്ന നിയമപ്രകാരം ഇവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എന്തായിരിക്കും എലക്ട് ചെയ്യും, അതായത് എലക്ഷൻ നടത്തി തെരഞ്ഞെടുക്കും. എന്നിട്ട് ആ ഒരു ഡയറക്ടേഴ്സ് ആയിരിക്കും ഇവരെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ. പിന്നെ വരുന്നത് സർവീസ് ആണ്. കൂടുതലായിട്ടും ഇതെന്താണ്, സർവീസ് ആണ് ഇതിൽ വരുന്നത്. സർവീസ് മോട്ടീവാണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ല, സർവീസ് ആണ്. സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്, ഇവരുടെ മെമ്പേഴ്സിന് കൂടുതൽ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്, സേവനം കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ. ഇത്രയാണ് ഇതിന്റെ പ്രത്യേക സഹകരണ സംഘങ്ങളുടെ എന്താണ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സഹകരണ സംഘങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതില് എന്താണ് തുല്യത, ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ്. ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ്, തുല്യമായിട്ടുള്ള വോട്ടവകാശമാണ് എല്ലാ മെമ്പേഴ്സിനും ഉള്ളത്. ഗുണങ്ങളാണ് പറയുന്നത്. ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളാണ്. വൺ വോട്ട് എന്നാണ് അർത്ഥം. ലിമിറ്റഡ് ലയബിലിറ്റി മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇവിടെ ഒരു സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ഉണ്ട്, കാരണം എന്താണ്, ഒരാൾ മരിച്ചാലോ ഒരാൾ പാപ്പരായാലോ ഒന്നും എന്താണ് ഇവിടെ ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. അപ്പോൾ അവിടെ തുടർച്ച എന്ന് പറയുന്നത് പിന്നെ ഇക്കണോമി ഇൻ ഓപ്പറേഷൻ ആണ്. അതായത് ഇവർ ശരിക്കും എന്താണ് സർവീസ് ആണ് ഇവരുടെ മോട്ടീവ്. കാരണം എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ഒക്കെ വളരെ കുറച്ചുള്ള വിലയിൽ കൺസെഷൻ റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കണോമി ഇൻ ഓപ്പറേഷൻ ആണ്, അതായത് മിഡിൽ മാൻ, ഏജന്റിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇത്. പിന്നെന്താണ്, സപ്പോർട്ട് ഫ്രം ഗവൺമെന്റിൽ നിന്നും കൂടുതൽ സഹകരണ സംഘങ്ങൾക്ക് സഹായം ലഭിക്കും.
പിന്നെന്താണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്കിത് ഫോം ചെയ്യാനൊക്കെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതിനെന്താണ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സ് വളരെ കുറവായിരിക്കും, ക്യാപിറ്റലൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പൊ ഇൻഎഫിഷ്യന്റ്, അതായത് എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാനേജ്മെന്റിന്റെ മികവ് എന്ന് പറയുന്നത് വളരെ കുറവ്. പിന്നെ ബിസിനസിന്റെ സീക്രസി എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പം പോയേക്കാം, കാരണം ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ ബിസിനസിന്റെ എല്ലാ രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ പറ്റണമെന്നില്ല, അത് ലീക്കാവാൻ. പിന്നെന്താണ്, ഇവിടെ സർക്കാരിന്റെ നിയന്ത്രണം വളരെ കൂടുതലായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, അതായത് മെമ്പേഴ്സ് തമ്മിൽ എന്താണ് കോൺഫ്ലിക്ട്സ്, തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിന്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീന്റെ എന്താണ് ടൈപ്സ് ആണ്. ടൈപ്സ് എന്തൊക്കെ വരും, ഇത് ഫസ്റ്റ് വൺ പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, അതായത് ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ. ഇവിടെ കൺസ്യൂമേഴ്സ് ആണ് ഇത് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ എന്താണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, കൺസ്യൂമർ ഗുഡ്സ് നല്ല ഫെയർ പ്രൈസിൽ, അതായത് ന്യായമായ വിലയിൽ കൺസ്യൂമർ ഗുഡ്സ് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഹോൾസെയിലേഴ്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ട് റീറ്റെയിലേഴ്സിനെ ഒഴിവാക്കിയിട്ട്, അത് ഏജന്റിനെ ഒഴിവാക്കിയിട്ട് മെമ്പേഴ്സിന് കൺസെഷൻ റൈറ്റിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ ടേക്സ് ഓൺലി ലിറ്റിൽ മാർജിൻ ഓഫ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് വളരെ കുറവായിട്ട്, ആ പ്രോഫിറ്റിന്റെ മാർജിൻ വളരെ കുറച്ച് കാണിക്കുക. ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൊള്ള ലാഭം ഉണ്ടാക്കാതെ വളരെ മിതമായ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുക. അപ്പൊ ഇത്രയാണ് സൊസൈറ്റിന്റെ മെയിൻ ആയിട്ട്. പിന്നെ അടുത്ത് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതായത് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഉൽപാദകരുടെ സഹകരണ സംഘമാണ്. ഇവിടെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നൊക്കെ ഇതിനെ പറയുന്നത്. ഉൽപാദകരാണ് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ ഒരു സഹകരണ സംഘമാണ്. അപ്പൊ അവരെന്താണ്, ഈ ക്രാഫ്റ്റ്മാനും പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ളൊരു അവരാണ് ഇവിടുത്തെ പ്രൊമോട്ടേഴ്സ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും കോട്ടേജ് ഇൻഡസ്ട്രീസും കുടിൽ വ്യവസായമൊക്കെ അതൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ മെറ്റീരിയലും ടൂൾസും എക്യുപ്മെന്റ്സ്, അതായത് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളും ടൂൾസും മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ അവർക്ക് വളരെ കൺസെഷൻ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്റ്റ് ഒക്കെ മാർക്കറ്റിൽ എളുപ്പത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉൽപാദകരുടെ സഹകരണ സംഘം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, അതായത് വിപണന സഹകരണ സംഘങ്ങളാണ്. വിപണന സഹകരണ സംഘങ്ങൾ എന്ന് പറയാൻ പറ്റും. അതായത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വെച്ചാൽ അതായത് ഫാർമേഴ്സും ആർട്ടിസൻസും സ്മോൾ പ്രൊഡ്യൂസേഴ്സും, അതായത് ഫാർമേഴ്സ് കൃഷിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ആർട്ടിസൻസ്, പിന്നെ സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹകരണ സംഘങ്ങളാണ്. അവരുടെ പ്രൊഡക്റ്റ് മെമ്പേഴ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത്, അത് മാർക്കറ്റിൽ അത് ഫേവറബിൾ കണ്ടീഷൻ ആയിട്ട് മാർക്കറ്റിൽ എപ്പോഴാണോ അത് ഇറക്കേണ്ടത് ആ സമയത്ത് അവർക്ക് നല്ല വില കിട്ടുന്ന ഒരു സമയത്ത് മാർക്കറ്റിൽ ഇറക്കി അവരുടെ പ്രൊഡക്റ്റ് വില വെച്ച് അത് വിൽക്കാനും, അതുപോലെ തന്നെ അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളും എത്തിക്കാനും, അവർക്ക് വേണ്ട ഫണ്ട്, ഫിനാൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ ബാർഗെയിനിങ് കപ്പാസിറ്റി, അതായത് വില പേശാനുള്ള ഒരു കഴിവ് മെമ്പേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് സൊസൈറ്റി, അതായത് വിപണന സഹകരണ സംഘങ്ങൾ പറയുന്നത്. ഇനി ഫാർമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, കർഷക സഹകരണ സംഘങ്ങളുണ്ട്. കർഷക സഹകരണ സംഘങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, സ്മോൾ ഫാർമേഴ്സ് ഒക്കെ ഇല്ലേ, വില്ലേജിലൊക്കെ ഉള്ള ഫാർമേഴ്സ്, അവരുടെ ഒരു അസോസിയേഷൻ ആണ്. അവർക്ക് എന്താണ്, അവരൊരുമിച്ചിരുന്നിട്ട് ഒരു എന്താണ് കൾട്ടിവേഷൻ, അതായത് ഈ വിളവെടുപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളതും, അവർക്ക് ഏക്കർ ഓഫ് ലാൻഡിൽ കൂടുതൽ ഈൽഡ് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കൾട്ടിവേഷന്റെ പുതിയ അതായത് അവർക്ക് ഈ പിന്നെന്താ പറയുക, കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വിളവെടുപ്പ് എന്നൊക്കെ പറയില്ലേ, ആ വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള പുതിയ മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ ഫാർമേഴ്സ് തമ്മിലൊരു സഹകരണം, അവർ തമ്മിലൊരു സഹകരണം ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫാർമേഴ്സിന്റെ സഹകരണ സംഘങ്ങൾ, കർഷക സഹകരണ സംഘങ്ങൾ നിലവിൽ വന്നത്. ഇനി അടുത്ത പറയുന്നത് ക്രെഡിറ്റ് ആണ്, അതായത് വായ്പാ സഹകരണ സംഘങ്ങൾ. ഈ ഫിനാൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ഈ പണം, ഫണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ ഫണ്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, അവരുടെ കൃഷിയെ സഹായിക്കാനും, ഇൻട്രസ്റ്റ് വളരെ കുറച്ചിട്ട് വായ്പ കൊടുക്കാനും, അതുപോലെ തന്നെ ഈ മണി ലെൻഡേഴ്സ് ഉണ്ടാവുമല്ലോ, അത് കൊള്ളലാഭം ഉണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനികൾ എന്നൊക്കെ പറയില്ലേ, മണി ലെൻഡേഴ്സ്, അവരിൽ നിന്ന് ഈ ഫാർമേഴ്സിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് വായ്പാ സഹകരണ സംഘങ്ങൾ, അതായത് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത പറയുന്ന ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അല്ല, ഇത് നിങ്ങളുടെ ബുക്കിൽ
പിന്നെ ഉള്ളത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണ്. അതായത് ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങളാണ്. ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾ അതായത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്തിനു വേണ്ടിയിട്ടാ? മെമ്പേഴ്സിന് ഹൗസിംഗ് വീട് പണിയാനുള്ള വായ്പകളൊക്കെ വളരെ ഇൻട്രസ്റ്റ് കുറച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന വായ്പകളും, അതുപോലെ തന്നെ റെന്റൽ ബേസിസിൽ എന്ത് കൊടുക്കുക, വീടുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയ കോസ്റ്റിൽ, വളരെ ചെറിയ കോസ്റ്റിൽ വീട് വാങ്ങാനുള്ളത് ഹെൽപ്പ് ചെയ്യുക. പിന്നെന്താണ്, ഒരു ഇൻസ്റ്റാൾമെന്റ് ബേസിസിലൊക്കെ വീട് വാങ്ങാനുള്ള ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ പൈസ അടച്ച് തീർത്തിട്ട് അങ്ങനെ വീട് വാങ്ങാനുള്ള വായ്പകൾ കൊടുക്കുക. അതൊക്കെയാണ് എന്ത് ഹൗസിംഗ്, അതായത് ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾ, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്. അഞ്ചാമത്തെ സംഘടനയാണ്, വിവിധ ബിസിനസിന്റെ ഫോമാണ്, സംഘടനയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അതായത് കമ്പനി ഈ പറയുന്നത് എന്താണ്, ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഏകാംഗ വ്യാപാരവും പങ്കാളിത്ത ബിസിനസ്സും ഇതിൻ്റെയൊക്കെ പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ടാണ് കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വരുന്നത്. ഈ കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും ഇതിനൊരു കോമൺ സീൽ ഉണ്ടാകും, ഇതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാകും. ഇതൊരു കമ്പനി ആക്ട് പ്രകാരമായിരിക്കും നിലവിൽ വന്നിട്ടുണ്ടാവുക. അതൊരു കമ്പനി ആക്ടിൽ ഇത് രജിസ്റ്റർ ചെയ്യണം. ഇതിനൊരു പ്രത്യേക ലോ, അതായത് നിയമപരമായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു കണ്ടിന്യൂറ്റി, അതായത് തുടർച്ചയായിട്ടുള്ള, ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ളതാണ്. ഇതിനൊരു കോമൺ സീൽ ഉണ്ടാകും. അങ്ങനെയുള്ള കമ്പനി ആക്ട് 2013 പ്രകാരമാണ് ഇതെന്ത് ചെയ്യുക, ഫോം ചെയ്തിട്ടുണ്ടാവുക. കമ്പനീസ് ആക്ട് 2013 മുന്നേ കമ്പനി ആക്ട് 1956 ഒക്കെ ഉണ്ട്. അതൊക്കെ ഭേദഗതി വരുത്തിയിട്ടാണ് കമ്പനി ആക്ട് 2013 നിലവിൽ വന്നത്. ഇനി കമ്പനി എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? കമ്പനി ലോസ്, മുന്നേയുള്ള കമ്പനി ലോസ്, ഇപ്പോഴത് 2013 പറഞ്ഞല്ലോ. മുന്നേയുള്ള കമ്പനി ലോസ് 1866 ഉണ്ട്, 1882, 1913, പിന്നെ 1942, പിന്നെ 1956. ഇപ്പൊ നിലവിലുള്ളത് 2013 ഭേദഗതി ചെയ്ത കമ്പനി ആക്ട്. ഇനി ഇതിന്റെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീന്റെ പ്രത്യേകത എന്താ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇതൊരു വ്യക്തിയാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് തന്നെ കണക്കാക്കുന്നു. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ്. 2013 ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുക. കാരണം ഇതിനൊരു പ്രത്യേക നിലനിൽപ്പുണ്ട്, ഇതിനൊരു പ്രത്യേക വ്യക്തിത്വമുണ്ട്, നിയമ നിലനിൽപ്പുണ്ട്, നിയമ വ്യക്തിത്വമുണ്ട്, ഇതിനൊരു കോമൺ സീലുണ്ട് എന്നൊക്കെ പറയും. ഇനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, കാരണം ബിസിനസ് മാനേജ്മെന്റ് വേറെയാണ്, ബിസിനസ് ഒരാളാണ്, മാനേജ്മെന്റ് വേറൊരാളാണ്, അങ്ങനെയാണ്. പിന്നെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. കുറച്ച് ഈ ഏകാംഗ വ്യാപാരത്തിനെയും അതുപോലെ തന്നെ നമ്മളുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പാർട്ണർഷിപ്പിനെ, അതായത് പങ്കാളിത്ത ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ ഫോർമാലിറ്റി ഇതിന് വരുന്നുണ്ട്. ഫോർമേഷൻ ഇച്ചിരി എന്താ പറയുക, നമുക്ക് എക്സ്പെൻസീവ് ആണ് കുറച്ചുകൂടി. പിന്നെ പെർപീച്വൽ സക്സീഷൻ ഉണ്ട്, അതായത് ഇതിനൊരു പ്രത്യേക ഡെത്തും ഇൻസെന്റും ഇൻസോൾവൻസി, അതായത് ആരെങ്കിലും മരിച്ചാലോ പാപ്പരായാലോ ഒന്നും എന്താണ് പിന്നെ ഇത് നിലനിൽപ്പിനെ ബാധിക്കൂല. ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, ലോങ് ലൈഫ് ആണ്. പിന്നെ പറയുന്നത് എന്താണ്, കൺട്രോൾ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അതായത് മെമ്പേഴ്സ് ഇലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാകും, അവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഓരോ മെമ്പേഴ്സിനെ സംബന്ധിച്ച് ലയബിലിറ്റി അവരെത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അവരുടെ ലയബിലിറ്റി, ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ കോമൺ സീൽ കണ്ടോ, കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ട്. പിന്നെ റിസ്ക് ബിയറിംഗ് എന്ന് പറയുന്നത് എല്ലാവരും കൂടിയാണ് റിസ്ക് എടുത്തെടുക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവർക്കും റിസ്ക് ഷെയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ബാഡൻ വളരെ കുറവായിരിക്കും. പിന്നെ ഇത്രയാണ് ഇതിന്റെ എന്ന് പറയുന്നത്. ഇനി ഗുണങ്ങൾ എന്ന് പറയുന്നതോ, ഇതിന്റെ ഗുണങ്ങളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. കാരണം എന്താണ്, ഓരോ മെമ്പേഴ്സ് എത്രയാണോ അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത്രയുള്ള അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നതാണ്. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റർ അട്രാക്റ്റഡ് ടു പർച്ചേസ് ദ ഷെയർസ് ഓഫ് കമ്പനി ആസ് ഇറ്റ് ക്യാൻ കൺവേർട്ട് ഇൻടു ക്യാഷ് അറ്റ് എനി ടൈം. അല്ലെ, അവർ കൊണ്ടുവരുന്ന ഷെയർ അവർക്ക് ഏത് രീതിയിലും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പെർപീച്വൽ എക്സിസ്റ്റൻസ് നമുക്ക് പറഞ്ഞു, ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഇതിനൊരു ലോങ് ലൈഫ് ഉണ്ട്, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, വളരെ കാലം നിലനിൽക്കുന്ന ഒന്നാണ്. ഒരാൾ മരിക്കുകയോ ഒരു മെമ്പർ മരിക്കുകയോ ചെയ്താൽ പോലും ഈ ബിസിനസ്സിനെ അത് ബാധിക്കും. പിന്നെന്താണ്, ഇതിന്റെ എക്സ്പാൻഷൻ വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് പേര് ഷെയർ ഇട്ട് കമ്പനിയിലേക്ക് വരും, അപ്പൊ അത്രയും ഫണ്ട് ഇവർക്ക് കിട്ടുകയാണ്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുക, അതായത് ഇതിനെ കൂടുതൽ കൂട്ടുക എന്നുള്ളത് വളരെ ഒരു ഹോപ്പ്ഫുൾ, പ്രതീക്ഷയുള്ള. പിന്നെന്താണ്, പ്രൊഫഷണൽ മാനേജ്മെന്റ് എബിലിറ്റി എന്ന് പറയുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മാനേജറിയൽ എബിലിറ്റി ഉണ്ടാകും. ഇവരൊക്കെ ബിസിനസ് മാനേജ് ചെയ്യാനായിട്ടുള്ള പ്രൊഫഷണൽ ആൾക്കാരായിരിക്കും. പിന്നെ ഇത്രയാണ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്തൊക്കെയായിരിക്കും വെച്ചാൽ, ഫോർമേഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇത് ഫോം ചെയ്യാൻ ഒരുപാട് കോംപ്ലിക്കേഷൻ പ്രോസസ് ഉണ്ട്, അല്ലെ, ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫോർമേഷൻ, അതായത് രൂപീകരണം എന്ന് പറയുന്നത് ആണ്.
സീക്രസി എന്ന് പറയുന്നതും കുറവായിരിക്കും, കാരണം കുറേ മെമ്പേഴ്സും കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന്റെ സീക്രസി എന്ന് പറയുന്നത്, കാരണം ഇതിന്റെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ അത് പബ്ലിക് ആയിട്ട് ഇവർക്ക് കൊടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ ഇതിന്റെ ഇൻഫർമേഷൻ. അപ്പൊ ഇതിന്റെ ബിസിനസ്സിന്റെ സീക്രസി കുറവായിരിക്കും. പിന്നെ ഇംപേഴ്സണൽ വർക്ക് എൻവയൺമെന്റ് ആണ്. അതായത് പേഴ്സണൽ കാര്യങ്ങൾ വേറെ, ബിസിനസ് വേറെ. അപ്പൊ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളും ബിസിനസ്സുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇംപേഴ്സണൽ വർക്ക് എൻവയൺമെന്റ്. പിന്നെ ന്യൂമറസ് റെഗുലേഷൻസ്, ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടാകും, റൂൾസും കംപ്ലൈൻസും സ്റ്റാൻഡേർഡ്സും റിവ്യൂസും കോഡ്സും, അങ്ങനെ ഒരുപാട് ഓഡിറ്റിങ്ങും ഫയലിങ്ങും റിപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആക്ട് പ്രകാരം ലോ പ്രകാരം ഇവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ ഇവിടെ. പിന്നെ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ താമസം പിടിക്കും, കാരണം ഒരുപാട് ഡയറക്ടേഴ്സ് ആദ്യം എന്ത് ചെയ്യണം, കൂടി ആലോചിക്കണം. പിന്നെ ഈ ഡയറക്ടേഴ്സ് ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ ഇത് അറിയിക്കണം, അവരുടെ സമ്മതം വേണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ തീരുമാനങ്ങൾ എടുക്കാൻ കുറെ എന്ത് വേണം, ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെന്താണ്, അതായത് ഇവിടെ ഓളിഗാർച്ചിക് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് കുറച്ച് പേര്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണല്ലോ മാനേജ് ചെയ്യുന്നത്, അപ്പൊ അവരാണ് റൂൾ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പേര് റൂൾ ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആയതുകൊണ്ട് ആ ഒരു. പിന്നെ ഇൻട്രസ്റ്റ്, അതായത് മെമ്പേഴ്സ് തമ്മിൽ, ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അതായത് പോരായ്മകൾ എന്ന് പറയുന്നത്. ഇനി വിവിധ തരം കമ്പനികളുണ്ട്. അതായത് നമുക്കറിയാം, പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്, 1 person കമ്പനി ഉണ്ട്. അതായത് പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ നമുക്കറിയാലോ, എന്ന് വെച്ചാൽ സ്വകാര്യ കമ്പനിയാണ്. ഇവിടെ മിനിമം 2 members മാക്സിമം 200 members ഒക്കെ വരാം. ഇവിടെ പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ് സെക്യൂരിറ്റി ആൻഡ് ഇറ്റ് നെസസറി ടു യൂസ് വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനീസ് തന്നെ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിയുടെ പേര് കൊടുക്കുക, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് പ്രൈവറ്റ് കമ്പനീന്റെ പേര് നമ്മൾ കൊടുക്കുന്നത്. ഓഹരികൾ കൈമാറാനുള്ള അവകാശം ഇവിടെ എന്താണ്, നിയന്ത്രണത്തിലായിരിക്കും. ഇവരുടെ ഷെയർ ഒന്നും കൈമാറാൻ പറ്റൂല. അംഗങ്ങളുടെ എണ്ണം 50 ആയിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഓഹരികളോ കടപ്പത്രങ്ങളോ വാങ്ങാൻ പൊതുജനങ്ങളെ ക്ഷണിക്കില്ല. പൊതുജനങ്ങൾക്ക്, അതായത് പബ്ലിക്കിനൊന്നും ഓഹരികളെ കൊടുക്കൂല. അടച്ചു തീർത്ത മൂലധനം, അതായത് ക്യാപിറ്റൽ എത്രയാണോ, കുറഞ്ഞത് 1 ലക്ഷം രൂപയോ ഇത് മാറിയെന്ന് വരാം. കലാകാലങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന തുകയ്ക്ക് തുല്യമായോ ആയിരിക്കാം. പിന്നെ സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 2 അംഗങ്ങളെങ്കിലും ഉണ്ടാവണം. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 2 അംഗം വേണം, കൂടിയാൽ അത് 200 എന്നാണ് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് തന്നെ കമ്പനി പേരിന്റെ നെയിമിന്റെ അവസാനത്തോടെ കാണിക്കും. ഇതാണ് സ്വകാര്യ പറയുന്നത്. ഇനി സ്വകാര്യ കമ്പനികളുടെ പ്രിവിലേജ്, അവരുടെ ഒരു എന്താ പറയാ, വിശേഷാധികാരങ്ങൾ. അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് സ്വകാര്യ കമ്പനി രൂപീകരിക്കാൻ 2 അംഗങ്ങൾ. പിന്നെന്താണ്, പ്രോസ്പെക്ടസ്, അതായത് പബ്ലിക്കിലേക്ക് ഇവരുടെ പ്രോസ്പെക്ടസോ അതിന് പകരമായിട്ടുള്ള പ്രസ്താവനയോ ഒന്നും സമർപ്പിക്കേണ്ട, പബ്ലിക്കിന് കൊടുക്കേണ്ട ആവശ്യം. എന്താണ്, ഷെയർസ്, ഓഹരികൾ വിതരണം ചെയ്യുന്നതിന് മുമ്പ് മിനിമം എന്താണ് ഒരു വരിസംഖ്യ ലഭ്യമാക്കണം എന്നില്ല. പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞാലുടൻ സ്വകാര്യ കമ്പനിക്ക് വ്യാപാരം ആരംഭിക്കാവുന്നത്. പിന്നെ സ്വകാര്യ കമ്പനി ചുരുങ്ങിയത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 2 ആളും പിന്നെന്താണ് 15 ആളും മിനിമം, ഒരു മാക്സിമം 15 ആൾക്കാരാണ് വേണ്ടത്. എന്താണ്, അംഗങ്ങളുടെ അക്ഷരക്രമത്തിലുള്ള പേരിന്റെ സൂചിക രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഡയറക്ടർമാർ സ്വകാര്യ കമ്പനികൾക്ക് എന്തില്ല, നിബന്ധനകളൊന്നും ഇല്ല. അപ്പൊ ഇത്തരങ്ങളുടെ പ്രിവിലേജ്. ഒരു പബ്ലിക് കമ്പനി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, പബ്ലിക് കമ്പനി കുറഞ്ഞത് മിനിമം 7 മെമ്പേഴ്സും മാക്സിമം എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു 7 അംഗത്തിന് ഒരു പരിധി നിശ്ചയിച്ചത്. അതായത് കൂടുതൽ തന്നെ ഒരു പരിധിയൊന്നും പറയുന്നില്ല. ഓഹരി കൈമാറ്റത്തിന് ഒരു നിബന്ധനയും ഇല്ല ഇവിടെ. പിന്നെ കമ്പനിയുടെ ഓഹരികൾ, കടപ്പത്രങ്ങൾ, നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് പൊതുജനങ്ങളെ ക്ഷണിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. അതായത് പൊതുജനങ്ങളിൽ നിന്നും ഈ ഷെയർ വാങ്ങാൻ കമ്പനിയിൽ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്താണ്, വൺ പേഴ്സൺ കമ്പനിയാണ്. അവിടെ ഒരു പേഴ്സൺ മാത്രമായിരിക്കും മെമ്പറായിട്ട് വരിക. 3 പ്രകാരം അതേയുള്ളൂ 1 person കമ്പനി എന്ന് പറയുന്നത്. കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് എത്രയാണ്, മിനിമം 7 വേണം, മാക്സിമം പോയാൽ അൺലിമിറ്റഡ് ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ആൾക്കാർ മാക്സിമം. ഇനി പബ്ലിക് കമ്പനിയിൽ എന്താണ്, ഡയറക്ടേഴ്സ് മിനിമം 3 പേര് വേണം. പ്രൈവറ്റ് കമ്പനിയിൽ പിന്നെ മെമ്പേഴ്സിന്റെ ഇൻഡെക്സ്, സൂചിക എന്ന് പറയുന്നത് കമ്പൽസറി ആണ് പബ്ലിക് കമ്പനിയിൽ, പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ അങ്ങനെ. പിന്നെ ഷെയർസിന്റെ കൈമാറ്റം എന്ന് പറയുന്നത്, അതായത് ഓഹരികൾ കൈമാറുന്നത് പബ്ലിക് കമ്പനിയിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ. പിന്നെ പബ്ലിക്കിന് കൊടുക്കുന്ന ഇൻവിറ്റേഷൻ, അതായത് പബ്ലിക്കിലേക്ക് ഷെയർ കൊടുക്കുന്നത്, അവരെ ഇൻവൈറ്റ് ചെയ്യുക, അവരെ ക്ഷണിക്കുന്നത്. പബ്ലിക് കമ്പനിയിൽ അത് ഇൻവൈറ്റ് ചെയ്യാം, ക്ഷണിക്കാം, പക്ഷെ പ്രൈവറ്റ് കമ്പനി. അപ്പൊ ഇത്രയാണ് പബ്ലിക് കമ്പനിയും തമ്മിലുള്ള
ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഫോം, അതായത് ഒരു ബിസിനസ്സിന്റെ നമ്മൾ ഇനം തിരിച്ചിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കേണ്ടത്? ഒരു ബിസിനസ്സിന് നമ്മൾ ഒരു ബിസിനസ്സിന്റെ സ്ഥാപനം, നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും ഘടകങ്ങൾ, ബിസിനസ്സിന്റെ വിവിധ സംഘടനകൾ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് നോക്കിയാൽ, പിന്നെ അതായത് ബിസിനസ്സിന്റെ സ്വഭാവം നമ്മൾ നോക്കണം. പിന്നെ ഒരു ബിസിനസ്സിന്റെ കോസ്റ്റ്, അതായത് അതിന്റെ ഫണ്ട് എത്ര വരും, അതിന്റെ കോസ്റ്റ്, അതിന്റെ ചെലവുകൾ എത്ര വരും എന്നുള്ളത് നമ്മൾ, പിന്നെ അതിന്റെ ലയബിലിറ്റി എങ്ങനെയായിരിക്കും, അതിന്റെ ഭാഗം നോക്കണം. അതിന്റെ തുടർച്ച എങ്ങനെയായിരിക്കും, ബിസിനസ്സിന്റെ തുടർച്ച എങ്ങനെയായിരിക്കും, പിന്നെ അതായത് ഈ ബിസിനസ് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് നമ്മൾ പരിഗണിക്കണം. പിന്നെന്താണ്, ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ടെന്നതും ഘടകവും നോക്കണം. കൺട്രോൾ, ബിസിനസ്സിന്റെ സ്വഭാവം ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള സംഘടനകൾ, വിവിധ സംഘടനകൾ നമ്മൾ പഠിച്ചല്ലോ, ആ സംഘടനകൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഘടകങ്ങൾ നോക്കുന്നതാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളെ ചാപ്റ്റേഴ്സിലുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും ഇതെന്ത് ചെയ്യണം, ഒന്ന് വീഡിയോസ് ഒരു ആദ്യം മുതലുള്ള മലയാളത്തിലാണ് മിസ് ഫുള്ളും പറഞ്ഞു തന്നത്. അപ്പോൾ മലയാളവും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും വായിച്ചിട്ടൊന്ന് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇംഗ്ലീഷിലാണെന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് മലയാളത്തിൽ വിശദീകരിച്ച് തന്നത്. ഓക്കെ, താങ്ക് യു.